നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം. ഞാൻ മിനി. പ്രധാന വാർത്തകൾ. പോലീസിന്റെ നിരുത്തരവാദമാണ് പോത്തുണ്ടി ഇരട്ടക്കൊലയ്ക്ക് കാരണമെന്ന് രമേശ് ചെന്നിത്തല. രേഖകളില്ലാതെ ട്രെയിനിൽ കടത്തിയ കുഴൽപ്പണം പിടികൂടി. കണക്കിൽപ്പെടാത്ത 1,60,000 രൂപ കണ്ടെടുത്തു. ദേശീയപാതയിൽ നിർത്തിയിട്ട ടാങ്കർ ലോറിക്ക് പിന്നിൽ കാറിടിച്ച് സ്ത്രീ മരിച്ചു. വാർത്തകൾ വിശദമായി. പോലീസിന്റെ നിരുത്തരവാദമാണ് പോത്തുണ്ടി ഇരട്ടക്കൊലയ്ക്ക് കാരണമെന്ന് രമേശ് ചെന്നിത്തല. പോലീസിന്റെ നിരുത്തരവാദമാണ് 2 പെൺകുട്ടികളെ അനാഥരാക്കി മാറ്റിയതെന്ന് രമേശ് ചെന്നിത്തല MLA. നെന്മാറ പോത്തുണ്ടിയിൽ കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കളെ ചിതലിയിലുള്ള ബന്ധുവീട്ടിലെത്തി സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ചെന്നിത്തല. ജാമ്യവ്യവസ്ഥ ലംഘിച്ച പ്രതിയെ അറസ്റ്റ് ചെയ്തില്ലെന്നും പ്രതിഷേധിച്ച നാട്ടുകാർക്കെതിരെ കേസെടുത്തത് തോന്നിയാസമാണെന്നും ചെന്നിത്തല അഭിപ്രായപ്പെട്ടു. സുധാകരന്റെ മക്കളുടെ വിദ്യാഭ്യാസവും ജോലിയും സംബന്ധിച്ച് മന്ത്രി വീണ ജോർജുമായി സംസാരിച്ചിട്ടുണ്ടെന്നും ചെന്നിത്തല പറഞ്ഞു. മുൻ MP VS വിജയരാഘവൻ അടക്കമുള്ള നേതാക്കളും ചെന്നിത്തലയ്ക്കൊപ്പമുണ്ടായിരുന്നു. രേഖകളില്ലാതെ ട്രെയിനിൽ കടത്തിയ കുഴൽപ്പണം പിടികൂടി. പാലക്കാട് പൂന കന്യാകുമാരി എക്സ്പ്രസിൽ രേഖകളില്ലാതെ ശരീരത്തിൽ ഒളിപ്പിച്ച നിലയിൽ കടത്തിക്കൊണ്ടുവന്ന 16,50,000 രൂപയുടെ കുഴൽപ്പണവുമായി തമിഴ്നാട് രാമനാഥപുരം പരമക്കുടി സ്വദേശി മനോഹരൻ എന്നയാളെ പാലക്കാട് RPF അറസ്റ്റ് ചെയ്തു. തുണി കൊണ്ട് നിർമ്മിച്ച ബെൽറ്റിനുള്ളിൽ പണം നിറച്ച് അടിവസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു പണം സൂക്ഷിച്ചിരുന്നത്. പണം കൊണ്ടുപോകുന്നതിന് ആവശ്യമായ യാതൊരു രേഖകളും മനോഹരന്റെ കൈവശം ഉണ്ടായിരുന്നില്ല. അറസ്റ്റ് ചെയ്ത പ്രതിയെയും പിടികൂടിയ പണവും തുടർ അന്വേഷണത്തിനായി പാലക്കാട് ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷൻ അഡീഷണൽ ഡയറക്ടർക്ക് കൈമാറി. പാലക്കാട് RPF കമാൻഡന്റ് നവീൻ പ്രസാദിന്റെ നിർദ്ദേശപ്രകാരം CI സൂരജ് S കുമാറിന്റെ നേതൃത്വത്തിൽ അഡീഷണൽ SI മാരായ സജി അഗസ്റ്റിൻ, K സുനിൽകുമാർ, കോൺസ്റ്റബിൾമാരായ PK പ്രവീൺ, N ശ്രീജിത്ത്, NS ശരണ്യ, A അമൃത എന്നിവരാണ് പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നത്. കണക്കിൽപ്പെടാത്ത 1,60,000 രൂപ കണ്ടെടുത്തു. 1.60 ലക്ഷം രൂപ കണ്ടെടുത്തു. പാലക്കാട് ഗതാഗത വകുപ്പ് ചെക്ക് പോസ്റ്റുകളിൽ നടന്ന വിജിലൻസ് പരിശോധനയിലാണ് ഈ പണം കണ്ടെടുത്തത്. വാളയാറിൻ ചെക്ക് പോസ്റ്റിൽ നിന്നും 71,860 രൂപയും ഔട്ട് ചെക്ക് പോസ്റ്റിൽ നിന്നും 41,000 രൂപയും വേലന്താവളം ചെക്ക് പോസ്റ്റിൽ നിന്നും 8,800 രൂപയുമാണ് പിടിച്ചെടുത്തത്. ഇതിന് മുമ്പ് പലവട്ടം ഇതേ ചെക്ക് പോസ്റ്റുകളിൽ നിന്നും കൈക്കൂലിപ്പണം പിടിച്ചെടുക്കുകയും ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ശുപാർശ ചെയ്ത് വിജിലൻസ് റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നുവെങ്കിലും ഒന്നും സംഭവിച്ചിട്ടില്ല. ദേശീയപാതയിൽ നിർത്തിയിട്ട ടാങ്കർ ലോറിക്ക് പിന്നിൽ കാറിടിച്ച് സ്ത്രീ മരിച്ചു. കുഴൽമന്നത്ത് ചരപ്പറമ്പിൽ വെച്ചായിരുന്നു ഇന്ന് രാവിലെ അപകടമുണ്ടായത്. കാർ യാത്രക്കാരിയായ മുണ്ടൂർ വേലിക്കാട് സ്വദേശിനിയാണ് മരിച്ചത്. കോട്ടയത്ത് നിന്ന് പാലക്കാട്ടേക്ക് വരുന്നവരായിരുന്നു കാറിൽ ഉണ്ടായിരുന്നത്. യുവതിയുടെ മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. കാർ ഓടിച്ചിരുന്ന ഇവരുടെ ഭർത്താവിനെ ഗുരുതരമായാണ് പരിക്കേറ്റത്. ഒരിടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ. സ്വർണ്ണ ആയിരിക്കും. അതെ, പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടു കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്തകൾ തുടരുന്നു. മീറ്റർ ഇട്ടില്ലെങ്കിൽ സൗജന്യ യാത്ര. ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഉത്തരവിനെതിരെ പ്രതിഷേധ റാലി. മീറ്റർ ഇട്ടിട്ടില്ലെങ്കിൽ സൗജന്യ യാത്ര എന്ന ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഉത്തരവിനെതിരെ ചാരിറ്റി ഓട്ടോ സ്വതന്ത്ര കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലി നടത്തി. പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും RTO ഓഫീസിലേക്കായിരുന്നു റാലി. തീരുമാനം പിൻവലിക്കണമെന്നും ഓട്ടോ തൊഴിലാളികൾക്ക് മീറ്റർ ഇട്ട് ഓടാനുള്ള സാഹചര്യം ഒരുക്കിത്തരണമെന്നും അനധികൃതമായി ടൗൺ പെർമിറ്റ് ഇല്ലാതെ സർവീസ് നടത്തുന്ന ഓട്ടോകളെ ടൗൺ പരിധിയിൽ നിന്നും നീക്കം ചെയ്യണമെന്നും റാലിയിൽ ആവശ്യപ്പെട്ടു. തൊഴിലാളിക്ക് ക്ഷേമനിധി അത്യാവശ്യമാണ്. വാഹനത്തിന് എന്തിനാണ് ക്ഷേമനിധി എന്ന് മനസ്സിലാകുന്നില്ലെന്നും ആകയാൽ വണ്ടിക്കുള്ള ക്ഷേമനിധി ഒഴിവാക്കി തരണമെന്നും റാലിയിൽ ആവശ്യപ്പെട്ടു. CASK ചെയർമാൻ ഫിറോസ് പാലക്കാട് റാലി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് നൌഷാദ് പത്തിരിപ്പാല അധ്യക്ഷനായിരുന്നു. ഭാരവാഹികളായ റഷീദ് കൃഷ്ണപ്രസാദ്, ജബാർ ഗോപാലൻ, മണികണ്ഠൻ ഹരികുമാർ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന സെക്രട്ടറി ശിവകുമാർ പുതുശ്ശേരി സ്വാഗതവും ട്രഷറർ സായി ഒറ്റപ്പാല നന്ദിയും പറഞ്ഞു. പ്രതിഷേധ റാലി പിരിച്ചുവിട്ടു. സൗഹൃദമാണ് ക്യാമ്പസ് ജീവിതത്തിന്റെ ചാലക ശക്തിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സൗഹൃദമാണ്
ക്യാമ്പസ് ജീവിതത്തിന്റെ ചാലകശക്തി. ആ സൗഹൃദം ഏറ്റവും കൂടുതൽ ശക്തിപ്പെടുത്തേണ്ട ഇടങ്ങളാണ് സർവകലാശാല കലോത്സവങ്ങൾ. അതുകൊണ്ട് തന്നെ അവ ഒത്തൊരുമയോടെ സംഘടിപ്പിക്കുവാനും സൗഹൃദം ഊട്ടിയുറപ്പിക്കുവാനും എല്ലാവരും ശ്രമിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മണ്ണാർക്കാട് നജാത്ത് കോളേജിൽ സർവകലാശാല A-Zone കലോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്കൂൾ കലോത്സവ മാതൃകയിൽ അധ്യാപക വിദ്യാർത്ഥി സംഘടനകൾ ഒത്തൊരുമിച്ച് സർവകലാശാല കലോത്സവങ്ങൾ സംഘടിപ്പിക്കുന്ന കാര്യം ആലോചിക്കണമെന്നും വി.ഡി. സതീശൻ അഭിപ്രായപ്പെട്ടു. അഡ്വക്കേറ്റ് എൻ ശംസുദ്ദീൻ MLA അധ്യക്ഷത വഹിച്ചു. കെ ശാന്തകുമാരി MLA, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. മണ്ണാർക്കാട് നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ, നജാത്ത് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ മുഹമ്മദ് അലി, കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം മധു രാമനാട്ടുകര, അക്കാദമിക് കൌൺസിൽ അംഗങ്ങളായ ഡോക്ടർ പി കെ അനീസുദ്ദീൻ, ഡോക്ടർ സൈനുൽ ആബിദ്, സെനറ്റ് അംഗം അമീൻ റാഷിദ്, യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർപേഴ്സൺ നിതിൻ ഫാത്തിമ, ജനറൽ സെക്രട്ടറി മുഹമ്മദ് സഫാൻ, പാലക്കാട് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അഭിനന്ദ്, മലപ്പുറം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പി കെ മുബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ കെ യു ഹംസ സ്വാഗതവും കൺവീനർ ഗിരീഷ് ഗുപ്ത നന്ദിയും പറഞ്ഞു. നഷ്ടക്കണക്കുകൾ നിരത്തുന്നത് പൊതുഗതാഗതം സ്വകാര്യ കുത്തകകൾക്ക് തീരെഴുതാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമെന്ന് KSRT എംപ്ലോയി സംഘ്. ദിവസം 9 കോടി വരുമാനമുണ്ടായിട്ടും നഷ്ടക്കണക്കുകൾ നിരത്തുന്നത് KSRTCയെ തകർത്ത് പൊതുഗതാഗതം സ്വകാര്യ കുത്തകകൾക്ക് തീരെഴുതാനുള്ള ഇടതു സർക്കാരിന്റെ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് KSRTC എംപ്ലോയീസ് സംഘ് സംസ്ഥാന ജനറൽ സെക്രട്ടറി S. അജയ്കുമാർ ആരോപിച്ചു. സംഘടനയുടെ പാലക്കാട് ജില്ലാ ജനറൽ ബോഡി BMS ജില്ലാ ഓഫീസ് ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അജയ്കുമാർ. ജീവനക്കാരുടെ ശമ്പളം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നിഷേധിച്ചും ആവശ്യത്തിന് ബസ്സുകൾ വാങ്ങാതെ ജനങ്ങൾക്ക് യാത്രാ ദുരിതം സമ്മാനിച്ചും KSRTCയെ പൊതുസമൂഹത്തിന് മുന്നിൽ അപഹാസ്യമാക്കുന്നതിനു പിന്നിൽ വ്യക്തമായ ഭരണകൂട അജണ്ടയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജില്ലാ പ്രസിഡന്റ് വി ശിവദാസൻ അധ്യക്ഷത വഹിച്ചു. സർവീസിൽ നിന്നും വിരമിക്കുന്ന ജില്ലാ വൈസ് പ്രസിഡന്റ് വി വിജയനെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ജീവനക്കാരെയും വിവിധ സംഘടനകളിൽ നിന്നും എംപ്ലോയീസ് സംഘിൽ അംഗത്വം എടുത്തവരെയും യോഗത്തിൽ ആദരിച്ചു. BMS ജില്ലാ സെക്രട്ടറി കെ രാജേഷ്, കെ സുധാകരൻ, രാജേന്ദ്രൻ, എംപ്ലോയീസ് സംഘ് സംസ്ഥാന സെക്രട്ടറി പി കെ ബൈജു, ടി വി രമേഷ് കുമാർ, കെ സുരേഷ് കൃഷ്ണൻ, സി പ്രമോദ് എന്നിവർ സംസാരിച്ചു. അങ്ങനെയൊക്കെ സ്ഥിതി വന്നു. ഇപ്പോൾ ശമ്പളം മുടക്കമില്ല, ശമ്പളം കൃത്യതയാണ്. പക്ഷെ അങ്ങനെ 2 മാസം വരെ ശമ്പളം മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എങ്കിലും ജനങ്ങളിടയിൽ KSRTCക്കാരെന്ന് കേൾക്കുമ്പോൾ ഒരു ചർച്ചയാണ്. നമുക്ക് അതിന്റെ ഭാഗത്ത് നമുക്ക് ചെറിയ വീഴ്ച കുറവുകളുമുണ്ട്, ബുദ്ധിമുട്ടുകളുമുണ്ട്. എന്താണെന്ന് കേട്ടാൽ കല്യാണം കഴിക്കാത്ത ആളാണെങ്കിൽ കെട്ടിന്റെ പണി കിട്ടും, രാജേഷിന്റെ പണി കിട്ടും എന്നല്ല പറഞ്ഞത്. കാരണം ഈ വിവാഹ തിരുവനന്തപുരത്ത്, ഞാൻ തിരുവനന്തപുരത്തുകാരനായതുകൊണ്ട് തിരുവനന്തപുരത്തൊക്കെ ഈ കല്യാണം പെണ്ണാലോചിക്കുമ്പോൾ പയ്യന്റെ ജോലി തിരക്കും. അപ്പം വീട്ടുകാർ ജോലിയോടൊപ്പമാണ് കല്യാണം കഴിയുക, പയ്യൻ്റെ കൂടെ അല്ല. അപ്പോൾ അങ്ങനെ ഇവിടെ പാലക്കാടോടൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ അന്വേഷിക്കുമ്പോൾ KSRTC ആണെന്ന് പറയുന്ന ചെറിയൊരു പിടുത്തം പയ്യ. ആ ഒരു പിടുത്തം നമുക്കുണ്ട്. മനസ്സേണികളുടെ ഗുണം എന്താണ്? നമ്മുടെ കുടുംബത്തിലൊരു ആവശ്യം വരെയാണ്. നമ്മുടെ കുടുംബത്തിന് നമ്മൾ ബാക്കിയുള്ളവരൊക്കെ വലിയ സഹായങ്ങൾ ചെയ്യുമ്പോഴും എൻ്റെ വീട്ടിലെ അവസ്ഥ, എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ ജ്യേഷ്ഠനും സർക്കാർ ഉദ്യോഗസ്ഥരാണ്. വീട്ടിൽ അവരുടെ മനസ്സിന് ശമ്പളം കിട്ടാതെ ആവുന്നതാണ്. എന്നാൽ നമുക്ക് ശമ്പളം കിട്ടാതെയാവും ശമ്പളം കിട്ടുന്നത്. എന്തുകൊണ്ട് ഈ വിഷയം പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യും? ഇന്ന് നമ്മളെക്കാൾ ഗതികെട്ട സ്ഥാപനങ്ങൾ ഇന്ന് ഈ കേരള സമൂഹത്തിലുണ്ട്. 3 സെന്റും അതിൽ കൂടുതലും വിസ്തീർണമുള്ള സ്ഥലപ്പണയത്തിൽ ആവശ്യമായ വാല്യുവേഷൻ ഉണ്ടെങ്കിൽ വായ്പ അനുവദിക്കാമെന്ന് സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ. 3 സെന്റും അതിനു മുകളിൽ വിസ്തീർണവുമുള്ളതായ സ്ഥലത്തിന്റെ പണയത്തിൽ ആവശ്യമായ വാല്യുവേഷൻ ഉണ്ടെങ്കിൽ വായ്പ അനുവദിക്കാമെന്ന് ഒറ്റപ്പാലം സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ സഹകരണ സംഘങ്ങൾക്ക് നിർദ്ദേശം നൽകി. താലൂക്ക് വികസന സമിതിയിൽ സഹകരണ സംഘങ്ങളുടെ വായ്പാ നിഷേധം സംബന്ധിച്ച് പരാതിപ്പെട്ട കേരള കോൺഗ്രസ് M നേതാവ് ജയരാജ് സാധാരണക്കാരെ ബ്ലേഡ് കമ്പനികൾക്ക് ഇരകളാക്കുന്നതാണ് സഹകരണ സംഘങ്ങളുടെ നിലപാടെന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. പരാതി ഇമെയിൽ വഴി അസിസ്റ്റന്റ് രജിസ്ട്രാർക്ക് കൈമാറുകയും ചെയ്തു. സഭാ കൺവീനറായ തഹസിൽദാറും അസിസ്റ്റന്റ് രജിസ്ട്രാർക്ക് പരാതി കൈമാറിയിരുന്നു. തുടർന്നാണ് അസിസ്റ്റന്റ് രജിസ്ട്രാർ സംഘങ്ങൾക്ക് നിർദ്ദേശം നൽകിയത്. ഒറ്റപ്പാലം താലൂക്കിലെ വിവിധ സഹകരണ ബാങ്കുകൾ 5 സെന്റിൽ താഴെ ഭൂമിയുള്ളവർക്ക് വായ്പ കൊടുക്കേണ്ടതില്ല എന്ന് ബോർഡ്, അവരുടെ ഗവേണിംഗ് ബോർഡ് യോഗം ചേർന്ന് തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നു. ഇത് കാരണം നിരവധി സാധാരണക്കാർ കഷ്ടത്തിലായി. പലരും അസുഖം വന്നാൽ ആധാരം പണയം വെച്ച് പൈസ എടുത്തിട്ടാണ് ചികിത്സിക്കാറ്. 5 സെന്റ് താഴെയുള്ള ആളുകളെ മുഴുവൻ ഈ ബ്ലേഡ് കമ്പനിക്കാർക്ക് ഇട്ടുകൊടുക്കുന്ന ഒരു നടപടിയാവും ഇതെന്ന് കേരള കോൺഗ്രസ് M പ്രതിനിധി താലൂക്ക് വികസന സമിതിയിൽ ഉന്നയിച്ചിരുന്നു. അപ്പം അതുകൊണ്ട് ഈ
നയം മാറ്റണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടു. ഇതിനു വേണ്ടിയിട്ട് ഇമെയിലിൽ അസിസ്റ്റന്റ് രജിസ്ട്രാർക്ക് പരാതിയും കൊടുത്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഇപ്പോൾ ഭൂമി പണയം വെച്ച് അതിൻ്റെ വിലയുടെ അടിസ്ഥാനത്തിൽ 50% വായ്പ കൊടുക്കുന്നത്. അപ്പം അങ്ങനെ ഒരു 5 സെൻറ്റ് താഴെയുള്ള ആളുകൾക്ക് അങ്ങനെ ഒരു തടസ്സം ഉണ്ടാവാൻ പാടില്ല എന്ന നിർദ്ദേശം അദ്ദേഹം മാസം തോറും നടത്തുന്ന അവലോകന യോഗത്തിൽ ഈ സഹകരണ ബാങ്കുകളുടെ സെക്രട്ടറിമാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഒരു കോപ്പി അദ്ദേഹം താലൂക്ക് വികസന സമിതിയുടെ തഹസിൽദാർക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റു വാർത്തകളിലേക്ക് വരാം ഒരിടവേളയ്ക്ക് ശേഷം. പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ? എന്തിനു ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചോ. ആഭരണ ഫാക്ടറിയോ? എവിടെ? ഇവിടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ, പോവാം. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? ആ അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം. എന്താ സ്റ്റൈല്? കൊള്ളാലേ? ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand, പാലക്കാട്. വാർത്തകൾ തുടരുന്നു. വർത്തമാനകാലത്ത് ഗാന്ധിസത്തിന്റെ പ്രസക്തി സെമിനാർ സംഘടിപ്പിച്ചു. വനിതാ സാഹിതി വർത്തമാനകാലത്ത് ഗാന്ധിസത്തിന്റെ പ്രസക്തി എന്ന വിഷയത്തിൽ ശ്രീകൃഷ്ണപുരം ലൈബ്രറിയിൽ സംഘടിപ്പിച്ച സെമിനാർ വിഷയം അവതരിപ്പിച്ച് പ്രൊഫസർ CP ചിത്ര ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് MM സാവിത്രി അധ്യക്ഷയായിരുന്നു. ശ്രീജ രവീന്ദ്രൻ, രഹ്ന സുരേഷ്, K വസന്തകുമാരി, C ജലജ, K ശ്രീലത, ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടി, MK ദേവി, KK ലിനി എന്നിവർ സംസാരിച്ചു. യൂസർ ഫീ കളക്ഷനിൽ 3ാം തവണയും 100 മേനിയുമായി പൊൽപ്പുള്ളി പഞ്ചായത്ത്. യൂസർ ഫീ കളക്ഷനിൽ 3ാം തവണയും 100% പ്രഖ്യാപിച്ച് പൊൽപ്പുള്ളി ഗ്രാമപഞ്ചായത്ത്. അതിന്റെ ഭാഗമായി ഹരിത കർമ്മസേനാംഗങ്ങളെയും അവരെ മികച്ച രീതിയിൽ പിന്തുണയ്ക്കുന്ന ഉപഭോക്താക്കളെയും കുട്ടികളെയുമാണ് പൊൽപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് ആദരിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനുമോൾ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ബാലഗംഗാധരൻ അധ്യക്ഷനായിരുന്നു. 27 അംഗ കർമ്മസേനയാണ് പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നത്. ഇതിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നവർക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അവാർഡുകളും നൽകി അവരെ ആദരിച്ചു വരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബാലഗംഗാധരൻ, ഫൈസൽ K, അസിസ്റ്റന്റ് സെക്രട്ടറി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പർ, വാർഡ് മെമ്പർമാർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ, കുമരേഷ് വടവന്നൂർ, സുനിൽ കലാഭവൻ, NREGS പ്രവർത്തകർ, കുടുംബശ്രീ അംഗങ്ങൾ, ഹരിതകർമ്മസേനാംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. തച്ചമ്പാറ പഞ്ചായത്ത് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നു. തച്ചമ്പാറ ഗ്രാമപഞ്ചായത്ത് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നു. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V പ്രീത ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് ബാബു അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് P ശാരദ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ഐസക് ജോൺ, തനൂജ അബൂബക്കർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം തങ്കച്ചൻ, മുൻ പ്രസിഡന്റ് O നാരായണൻകുട്ടി, PS ശശികുമാർ, ബെറ്റി ലോറൻസ്, കൃഷ്ണൻകുട്ടി, ജയപ്രകാശ്, മല്ലിക തുടങ്ങിയവർ സംസാരിച്ചു. വിശ്വശാന്തിക്കായി ഏകദിന ഉപവാസ പ്രാർത്ഥനാ യജ്ഞം. വിശ്വശാന്തിക്കായി ഏകദിന ഉപവാസ പ്രാർത്ഥനാ യജ്ഞം നടത്തി. എലപ്പുള്ളി രാമശ്ശേരി ഗാന്ധി ആശ്രമത്തിൽ വിശ്വശാന്തിക്കായി രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5:17 വരെ ഉപവാസ പ്രാർത്ഥനാ യജ്ഞം നടത്തി. പ്രാർത്ഥനയ്ക്കും ആത്മപരിശോധനയ്ക്കും സ്വയം നവീകരണത്തിനും പ്രാധാന്യം നൽകിയാണ് ഗാന്ധി ആശ്രമം പ്രവർത്തിക്കുകയെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വർഗീയതയുടെ അഗ്നി കെടുത്തുന്നതിനും വിദ്വേഷത്തിന് പകരം സ്നേഹവും നിർഭയത്വവും ജനതയ്ക്ക് പകരുന്നതിനുമുള്ള കർമ്മ പരിപാടികൾക്ക് രൂപം നൽകാൻ തീരുമാനിച്ചു. ഗാന്ധിജിയുടെ ഛായാചിത്രത്തിനു മുന്നിൽ പുഷ്പാർച്ചന നടത്തി. ഗാന്ധിജിക്ക് ഇഷ്ടപ്പെട്ട വൈഷ്ണവ് ജനതോം, രഘുപതി രാഘവ തുടങ്ങിയ ഭജനകൾ
ഭജനുകൾ ആലപിച്ചു. ഗാന്ധി മാർഗ പ്രവർത്തകർ, സാമൂഹ്യ പ്രവർത്തകർ, വിദ്യാർത്ഥികൾ, അധ്യാപകർ, കർഷകർ തുടങ്ങിയ ഭജനുകൾ ആലപിച്ചു. ഗാന്ധി മാർഗ പ്രവർത്തകർ, സാമൂഹ്യ പ്രവർത്തകർ, വിദ്യാർത്ഥികൾ, അധ്യാപകർ, കർഷകർ തുടങ്ങി സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ളവർ ഉപവാസ പ്രാർത്ഥനാ യജ്ഞത്തിൽ പങ്കാളികളായി. ഗാന്ധി ആശ്രമം ട്രസ്റ്റി പുതുശ്ശേരി ശ്രീനിവാസൻ അധ്യക്ഷനായ ചടങ്ങിൽ കർഷകശ്രീ സംസ്ഥാന അവാർഡ് ജേതാവ് പി ഭുവനേശ്വരി അമ്മ, ഏകതാ പരിഷത്ത് ജില്ലാ സെക്രട്ടറി അഖിലേഷ് കുമാർ എം, സർവോദയ കേന്ദ്രം ജോയിന്റ് ഡയറക്ടർ ഉണ്ണിക്കുട്ടൻ മടച്ചിപ്പാടം, ജർമ്മൻ അമേച്ചർ ഫോട്ടോഗ്രാഫർ ക്രിസ്ത്യൻ വു, പ്രമുഖ മ്യൂസിയം ഡിസൈനർ ലിൻഡ റേ, കേര ഫെഡ് ചെയർമാൻ വി ചാമുണ്ണി, എ കെ രാമൻകുട്ടി, ഫൗണ്ടേഷൻ സെക്രട്ടറി മുരളി കെ താരേക്കാട്, ശാസ്ത്രവേദി ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ലക്ഷ്മി ആർ ചന്ദ്രൻ, സുവിധം ഫൗണ്ടേഷൻ സെക്രട്ടറി പി ടി രാമചന്ദ്രൻ, ഗാന്ധി ദർശൻ സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി എസ് മുരളീധരൻ, മേഴ്സി കോളേജ് NCC കേഡറ്റ്, പോളിടെക്നിക് കോളേജ് നാഷണൽ സർവീസ് സ്കീം പ്രോഗ്രാം ഓഫീസർ NV ജിതേഷ്, ഗാന്ധി ആശ്രമം വർക്കിംഗ് ഗ്രൂപ്പ് അംഗം ലക്ഷ്മി പത്മനാഭൻ, അന്ത്യോദയ പദ്ധതി ഫെല്ലോ ജാനകി വി, സർവോദയ കേന്ദ്രം നിർവാഹക സമിതി അംഗം ഐശ്വര്യ ശ്രീനിവാസൻ, നാടൻ പാട്ടുകലാകാരന്മാരായ ജനാർദ്ദൻ പുതുശ്ശേരി, രാമശ്ശേരി രാമൻകുട്ടി, ഹരിജൻ സേവക് സംഘം സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ N ഗോപാലകൃഷ്ണൻ നായർ, ജേക്കബ് വടക്കഞ്ചേരി, രാമശ്ശേരി സ്കൂൾ പ്രധാനാധ്യാപിക സുധാബായി എം, വാവാലിത്തോട് ഫാർമേഴ്സ് ക്ലബ് സെക്രട്ടറി ജയകുമാർ എം, മുത്തു പച്ചിരിക്കുളുമ്പ്, രാധാകൃഷ്ണൻ രാമച്ചൻകാട്, സ്നേഹതീരം പാലിയേറ്റീവ് കെയർ ടീം പ്രതിനിധി അംബുജാക്ഷൻ, കെ രാധാകൃഷ്ണൻ രാമശ്ശേരി, അറമുഖൻ പത്തിച്ചിറ തുടങ്ങിയവർ സംസാരിച്ചു. കോതകുറിശി ബാങ്ക് ഇനി കാർബൺ സന്തുലിത സഹകരണ സ്ഥാപനം. കോതകുറിശി സർവീസ് സഹകരണ ബാങ്ക് കാർബൺ സന്തുലിത സഹകരണ സ്ഥാപനമായി മാറുന്നു. ബാങ്ക് ഹെഡ് ഓഫീസ് കെട്ടിടത്തിന് മീതെ നിർമ്മാണം പൂർത്തിയാക്കിയ 30 കിലോ വാട്ട് സൗരോർജ്ജ പ്ലാന്റ് മന്ത്രി VN വാസവൻ നാളെ രാവിലെ 11 മണിക്ക് ഉദ്ഘാടനം ചെയ്യും. മുണ്ടൂരിലെ സമത സോളാർ എന്ന സ്ഥാപനമാണ് 28 ലക്ഷം രൂപ ചെലവിൽ 30 കിലോ വാട്ട് സൗരോർജ്ജ പാനൽ നിർമ്മിച്ചത്. ഇതിലൂടെ പ്രധാന ശാഖയിലെ വൈദ്യുതി ബില്ലിനത്തിൽ പകുതിയോളം തുക ലാഭിക്കുവാനായതായും ഇതിന്റെ തുടർച്ചയായി ബാങ്കിന്റെ ചളവറയിലും തൃക്കടീരിയിലുമുള്ള ശാഖകളിലും 15 കിലോ വാട്ടിന്റെ സൗരോർജ്ജ പാനൽ സ്ഥാപിക്കുമെന്നും പ്രസിഡന്റ് മുകുന്ദനും വൈസ് പ്രസിഡന്റ് രാമകൃഷ്ണനും അറിയിച്ചു. പുറമെ LED ലൈറ്റിംഗ്, സമഗ്ര പുനരുപയോഗ പരിപാടികൾ എന്നിവയും ബാങ്ക് ആവിഷ്കരിച്ചതായി ഭാരവാഹികൾ പറഞ്ഞു. കാൻഡിൽ ലൈറ്റ് വാക്ക് സംഘടിപ്പിച്ചു. ദേശീയ സമ്മതിദായക ദിനാചരണത്തിന്റെ ഭാഗമായാണ് വിക്ടോറിയ മേഴ്സി യുവക്ഷേത്ര കോളേജുകളിലെയും ക്രിയേറ്റീവ് പബ്ലിക് സ്കൂളുകളിലെയും ഇലക്ട്രൽ ലിറ്ററസി ക്ലബ്ബുകളുടെ ആഭിമുഖ്യത്തിൽ കാൻഡിൽ ലൈറ്റ് വാക്ക് പാലക്കാട് സംഘടിപ്പിച്ചത്. വിക്ടോറിയ കോളേജിൽ നിന്ന് ആരംഭിച്ച വാക്ക് കോട്ടമൈതാനത്ത് പ്രതിജ്ഞയോടെ സമാപിച്ചു. ഒരിടവേള കൂടി. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ. ടെൻറ്റഡാങ്. സ്വർണ്ണ ആയിരിക്കും. അതെ, പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടു കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്തകൾ തുടരുന്നു. ജനുവരി മാസത്തെ ഭക്ഷ്യധാന്യ വിതരണം ഒരാഴ്ചക്കാലത്തേക്ക് നീട്ടണമെന്ന് BJP. ഫെബ്രുവരി മാസത്തിൽ ഒരാഴ്ചക്കാലത്തേക്ക് ജനുവരി മാസത്തെ ഭക്ഷ്യധാന്യ വിതരണം നീട്ടി നൽകാൻ അധികൃതർ തയ്യാറാകണമെന്ന് BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ജനുവരി മാസത്തെ റേഷൻ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യേണ്ട ദിവസം ജനുവരി 30-ന് അവസാനിച്ചു. എന്നാൽ ഭൂരിഭാഗം റേഷൻ കടകളിലും വിതരണം ചെയ്യേണ്ട ഭക്ഷ്യധാന്യങ്ങൾ എത്തിയിട്ടില്ല. സാധാരണക്കാരെ ഏറ്റവും അധികം ബാധിക്കുന്ന പ്രശ്നമായിട്ടും ഭക്ഷ്യധാന്യ വിതരണ കാര്യത്തിൽ അധികൃതർ ഇടപെടാത്തത് പ്രതിഷേധാർഹമാണ് ണെന്ന് BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാലൻ ആരോപിച്ചു. മധ്യമേഖലാ സെക്രട്ടറി T ശങ്കരൻകുട്ടി, MP സതീഷ് കുമാർ, CS ദാസ്, EP നന്ദകുമാർ എന്നിവർ സംസാരിച്ചു. അശ്വമേധം 6.0 പരിപാടിക്ക് ഒറ്റപ്പാലം നഗരസഭയിൽ തുടക്കം. ദേശീയ കുഷ്ഠരോഗ നിർമ്മാർജ്ജന യജ്ഞം ഗൃഹസമ്പർക്ക പരിപാടിയായ അശ്വമേധം 6.0 ഒറ്റപ്പാലം നഗരസഭയിൽ ആരംഭിച്ചു. ചെയർപേഴ്സൺ K ജാനകിദേവി ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫൗസിയ ഹനീഫ അധ്യക്ഷത വഹിച്ചു. ലക്കിടി മെഡിക്കൽ ഓഫീസർ ജിഷ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. താലൂക്ക് ആശുപത്രി ത്വക്ക് രോഗ പരിശോധക ശൈലജ വിഷയാവതരണം നടത്തി. താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് മുഹമ്മദ് അഫ്സൽ സംസാരിച്ചു. ആരോഗ്യ പ്രവർത്തകരും ആശാ വർക്കർമാരും അംഗൻവാടി പ്രവർത്തകരും പങ്കെടുത്തു. 4ാം വാർഡ് കൌൺസിലർ TK രഞ്ജിത്ത് സ്വാഗതവും ലക്കിടി ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രശാന്ത് നന്ദിയും പറഞ്ഞു. ഗാന്ധിജി അനുസ്മരണവും പുഷ്പാർച്ചനയും മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ ദിനത്തിൽ പ്രിയദർശിനി കലാ സാംസ്കാരിക വേദി വരോട് യൂണിറ്റും ഒറ്റപ്പാലം വെൽഫെയർ ട്രസ്റ്റും സംയുക്തമായി ഗാന്ധിജി അനുസ്മരണവും പുഷ്പാർച്ചനയും മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. മുഹമ്മദ് അലി
നാലകത്ത് അധ്യക്ഷത വഹിച്ചു. ട്രസ്റ്റ് സെൻട്രൽ കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് മുഹമ്മദ് സാജിദ്, ജനറൽ സെക്രട്ടറി NK ജയരാജൻ, ഭാരവാഹികളായ P വിജയൻ, C ഉണ്ണികൃഷ്ണൻ, M മുഹമ്മദ് ബാപ്പു, സൈദലവി, P താഹിർ തുടങ്ങിയവർ സംസാരിച്ചു. മലമ്പുഴ ഫാന്റസി പാർക്കിന് പിൻവശത്ത് മാലിന്യ ചാക്കുകൾ ഉപേക്ഷിച്ച നിലയിൽ. മലമ്പുഴ ഫാന്റസി പാർക്കിന് പിറകുവശത്ത് റോഡരികിൽ മാലിന്യ ചാക്കുകൾ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. SP ലൈൻ പോലീസ് സ്റ്റേഷൻ റോഡിൽ S ആകൃതിയിലുള്ള വളവിലാണ് ഉപയോഗശൂന്യമായ ചുണ്ണാമ്പ് ചാക്കുകളിൽ നിറച്ച നിലയിൽ മാലിന്യം കണ്ടെത്തിയത്. ഏകദേശം 40 ചാക്കുകളാണ് റോഡിനോട് ചേർന്ന് തള്ളിയിരിക്കുന്നത്. S ആകൃതിയിലുള്ള വളവും കുത്തനെയുള്ള ഇറക്കവുമായതിനാൽ ഡ്രൈവർമാർക്ക് പെട്ടെന്ന് ശ്രദ്ധ കിട്ടാത്ത മേഖലയാണിത്. വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മലമ്പുഴ ഗ്രാമപഞ്ചായത്ത് 12-ാം വാർഡിലാണ്. SP ലൈനിൽ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്കും അതുപോലെ തന്നെ മലമ്പുഴ ആരോഗ്യ കേന്ദ്രത്തിലേക്കുള്ള വഴിയിൽ ഫാന്റസി പാർക്കിന് പുറകുവശത്തുള്ള S വളവിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാവുന്നതാണ്, വളരെയധികം മാലിന്യങ്ങൾ കൊണ്ടുവന്ന് തള്ളിയിരിക്കുന്നതായിട്ട് കാണാം. ഒരു 40 ചാക്കുകളോളം ഉപയോഗശൂന്യമായ ചുണ്ണാമ്പ് ഇവിടെ കൊണ്ടുവന്ന് തള്ളിയിട്ടുണ്ട്. ഇതിന് നാട്ടുകാരും മറ്റുള്ളവരുമൊക്കെ പഞ്ചായത്ത് അധികൃതർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. പരാതി കൊടുത്തിട്ട് ഇപ്പോൾ 2 മാസമായി ഇതുവരെ യാതൊരു വിധത്തിലുള്ള നടപടികളും ഇതുവരെ സ്വീകരിച്ചായിട്ട് കാണുന്നില്ല. അതുപോലെ തന്നെ രാത്രികാലങ്ങളിൽ ഇവിടെ ഇരുട്ടാണ്, ലൈറ്റുകളൊന്നും കാണുന്നില്ല. കേരളം മുഴുവൻ മാലിന്യമുക്തമാക്കാനുള്ള പരിപാടിയിൽ തീവ്ര യജ്ഞത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ 12-ാം വാർഡിൽ ഇതുപോലത്തെ ഒരു കാര്യം നമ്മൾ കാണുന്നത്. ഇതിനെതിരെ അധികൃതർ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്. നന്ദി. സർക്കാർ ക്വാർട്ടേഴ്സുകൾ, കുടുംബാരോഗ്യ കേന്ദ്രം, പോലീസ് സ്റ്റേഷൻ തുടങ്ങിയവ ഈ പാതയിലാണ്. മലമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ 12-ാം വാർഡിലാണ് മാലിന്യ ചാക്കുകൾ കണ്ടെത്തിയത്. തൊട്ടടുത്ത ഇറിഗേഷൻ ഭാഗ സ്ഥലത്തും മാലിന്യം ഉപേക്ഷിച്ച നിലയിൽ കാണുന്നുണ്ട്. ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും നടപടിയെടുത്തില്ലെന്ന് പരിസരവാസികൾ പരാതിപ്പെട്ടു. ആവശ്യമായ തെരുവുവിളക്കുകൾ സ്ഥാപിക്കുക, നിരീക്ഷണ ക്യാമറ സംവിധാനം ഏർപ്പെടുത്തുക തുടങ്ങിയവയാണ് ഇതിന് പരിഹാരമായി നാട്ടുകാരുടെ നിർദ്ദേശങ്ങൾ. ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് അബ്രാഹാം. ഏതാ പഞ്ചായത്ത്? പഞ്ചായത്ത് മലമ്പുഴ പഞ്ചായത്തിലെ 12-ാം വാർഡ്. 12-ാം വാർഡാണ്. ഇവിടെ ഈ ചാക്കിൽ മാലിന്യം നിറച്ച് ഇവിടെ ഇതുപോലെ നിക്ഷേപിച്ചിട്ട് എത്ര കാലമായിട്ടുണ്ടാവും? 1 മാസം കഴിഞ്ഞു ഏകദേശം. എന്താ എവിടെയെങ്കിലും പരാതിപ്പെടാനെ പറ്റി? ഞാൻ നേരിട്ട് പരാതി കൊടുത്തിട്ടില്ല. ഞാൻ മെമ്പറിച്ച് പറഞ്ഞു. പിന്നെ എൻ്റെ ഒരു സ്നേഹിതന് വേണ്ടി ജയകൃഷ്ണൻ പഞ്ചായത്തിൽ റിട്ടേണായിട്ട് പരാതി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എത്ര നാളായി ഇങ്ങനെ? 2 മാസത്തിലധികമായി അല്ലേ? 2 മാസം കഴിഞ്ഞിട്ടുണ്ട്. ഇത് കൂടാതെ ഈ റോഡിൻ്റെ സൈഡിലേക്കും ഒരുപാട് മാലിന്യങ്ങൾ കിടക്കുന്നത് കൊണ്ടുവന്ന് വലിച്ചെറിയാണ്. ഇതിങ്ങനെ ഒന്നിച്ച് ഇവിടെ കൂടി കിടക്കുന്നത്. മറ്റേ നിരത്തി ഇട്ടിരിക്കും. ഹോട്ടൽ വേസ്റ്റാണൊക്കെ അത് തിന്നാനായിട്ട് വരുന്ന പന്നികൾ ഉപദ്രവമുണ്ട്. ആ സമയത്ത് ഇതിലൂടെ നമുക്ക് പോകാൻ രാത്രികാലാണ്. ഈ തീറ്റ എടുക്കാൻ വേണ്ടി പന്നികൾ വരും. ആ സമയത്തൊക്കെ തന്നെ ഇവർ രാത്രി കാലങ്ങളിലാണ് ഇത് കൊണ്ടുവന്ന് തട്ടുന്നത്. സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഉണ്ടോ? സ്ട്രീറ്റ് ലൈറ്റ് ഒന്നുമില്ല. സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല. പിന്നെ സ്ട്രീറ്റ് ലൈറ്റും വേണം, ക്യാമറയും വയ്ക്കണം, എന്നാലേ ഇത് നിൽക്കും. ആരെ കാവൽ വന്നിരിക്കാനൊന്നും പറ്റില്ല. അവർ നമുക്കിട്ട് ഉപദ്രവിക്കാമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ആരാ ഒറ്റപ്പെട്ട് ഇവിടെ അധികം വീട്ടുകാരൊന്നുമില്ല. ഈ മുകളിൽ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന കുറച്ചുകാർ ഉണ്ട്. അവർ പകൽ പണി കഴിഞ്ഞ് അവർ വീട്ടിൽ കയറിയാൽ പുറത്തിറങ്ങിയില്ല. ഇവിടെ വേറെ നാട്ടുകാർ കുറവാണ്. പഞ്ചായത്ത് നടപടി എന്തായാലും സ്വീകരിച്ചിട്ടില്ല ഇതുവരെ അല്ലേ? ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല. എങ്കിലും ഇത് ഇങ്ങനെ കിടക്കില്ലായിരുന്നു. ഇത് വളരെ മോശമാണ് ഇതിങ്ങനെ കിടക്കുന്നത്. ഓക്കെ. കരിമ്പുഴ പഞ്ചായത്ത് റോഡിന് ഫണ്ട് അനുവദിക്കണമെന്ന് നിവേദനം. കരിമ്പുഴ പഞ്ചായത്ത് 1-ാം വാർഡ് പ്ലാക്കൂടം കാട്ടുപള്ളിയാലിൽ പൂഴിക്കുന്ന് റോഡിന് ഫണ്ട് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് 1-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി കരിമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് KM ഹനീഫ, വാർഡംഗം M മോഹനൻ എന്നിവർക്ക് പഞ്ചായത്ത് ഓഫീസിലെത്തി നിവേദനം നൽകി. വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് P ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി മുഹമ്മദ് പൂഴിക്കുന്നത്ത്, മുൻ പഞ്ചായത്ത് അംഗം PC കുഞ്ഞിരാമൻ, PP ഹംസ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. പാലക്കാട് ശേഖരിപുരത്ത് കാനയിൽ മൃതദേഹം കണ്ടെത്തി. പാലക്കാട് ശേഖരിപുരത്ത് കാനയിൽ നിന്ന് മൃതദേഹം കണ്ടെത്തി. കറുകോടി സ്വദേശി രാജേഷിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. താഴ്ചയുള്ള കാനയിലേക്ക് തലയിടിച്ച് വീണ് രക്തം വാർന്നു മരിച്ചുവെന്നാണ് പ്രാഥമിക നിഗമനം. ലോട്ടറി വിൽപ്പനക്കാരനാണ്. ശേഖരിപുരം, കൽപ്പാത്തി ഭാഗങ്ങളിലാണ് ഇയാൾ ലോട്ടറി വിൽപ്പന നടത്തിയിരുന്നത്. കാനയ്ക്ക് മുകളിൽ ഇരിക്കവേ അബദ്ധത്തിൽ താഴേക്ക് വീണിരിക്കാമെന്നാണ് പോലീസിന്റെ നിഗമനം. സംഭവത്തിൽ മറ്റു ദുരൂഹതകളില്ലെന്നും പോലീസ് പറയുന്നു. പാലക്കാട് നോർത്ത് പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പോലീസിന്റെ നിരുത്തരവാദമാണ് പോത്തുണ്ടി ഇരുട്ടക്കൊലയ്ക്ക് കാരണമെന്ന് രമേശ് ചെന്നിത്തല. രേഖകളില്ലാതെ ട്രെയിനിൽ കടത്തിയ കുഴൽപ്പണം പിടികൂടി. കണക്കിൽപ്പെടാത്ത 1,60,60,000 രൂപ കണ്ടെടുത്തു. ദേശീയപാതയിൽ നിർത്തിയിട്ട ടാങ്കർ ലോറിക്ക് പിന്നിൽ കാറിടിച്ച് സ്ത്രീ മരിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.